അജ്ഞാതരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ കണ്ണുവെട്ടിച്ച് അജ്ഞാതരുടെ വിളയാട്ടം തുടരുകയാണ്. ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ മിർഷുഖർ ഖാൻ റൈസാനിയെ ആണ് ഇത്തവണ അജ്ഞാതർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെയും നവാബ് സഫറുള്ളയുടെയും അടുത്ത അനുയായിയാണ് റൈസാനി. മരിക്കുന്നതിന് തൊട്ടു മുൻപും ലഷ്കർ നേതാക്കളോടൊപ്പം പൊതുവേദിയിൽ റൈസാനി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബലൂചിസ്ഥാൻ മേഖലയിലെ ലഷ്കർ പ്രവർത്തനങ്ങളുടെയും ഭീകര പരിശീലനത്തിന്റെയും മുഖ്യ ചുമതലക്കാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇന്ത്യക്കെതിരായ നിരവധി ഭീകര നീക്കങ്ങളിൽ റൈസാനിക്ക് പങ്കുണ്ട് എന്ന് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമായി കണ്ടെത്തിയിരുന്നു. ജമ്മു കാശ്മീർ ലക്ഷ്യമിട്ടുള്ള റിക്രൂട്ട്മെന്റ്, പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകിയതും റൈസാനിയായിരുന്നു. ഇതിനിടെ ISIയുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥനെയും അജ്ഞാത സംഘം വെടിവെച്ച് കൊന്നിട്ടുണ്ട്. മുഹമ്മദ് ഇക്ബാൽ ആണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ആണ് ഇത്. ഖൈബർ പഖ്തൂൺഖയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ISയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളിലൂടെ നിരവധി ഭീകരരെയാണ് ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് നഷ്ടമായത്. മാത്രവുമല്ല, ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നവരാണ് ഈ കൊല്ലപ്പെട്ടവർ എല്ലാം.